ചേച്ചി മെനി ഹാപ്പി ഈസ്റ്റർ. ഞാൻ വിചാരിച്ചു ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. മാലാഖ ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ ഏഞ്ചൽ എനിക്കൊരു കാപ്പി പോലും കിട്ടില്ല. ഒരു ഹാപ്പി ഈസ്റ്റർ. ആരത് ഇത് പോത്തൻ ബാബയാണ്, മമ്മൂക്കയുടെ ഫിഗറാണ് ചെയ്തു വന്നത്. തന്നെത്താൻ അങ്ങ് പറയാണ്. ഇയാൾ തന്നെ പറയൂ. അത് തന്നെത്താൻ അങ്ങ് പറയാം. ഏഞ്ചലെ ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഏഞ്ചൽ അല്ല, മേനക. ഏഞ്ചൽ മേനക സുന്ദരിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എങ്ങനെ വരുന്നാണോ നിന്റെ വിചാരം? എങ്ങനെ വരണം? അവിടെ നിന്ന് വന്നപ്പോ രണ്ടുപേർക്ക് വൈനടിച്ചാണല്ലോ വന്നത്, ആടി. മതി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിന്നോട് സംസാരിക്കാം. ചേച്ചി, എങ്ങനെയാണ് യൂഷ്വലി നമ്മള് ഈസ്റ്റർ ഒക്കെ ആഘോഷിക്കാറുണ്ടോ, അതോ ലൈക്ക് അങ്ങനെയൊന്നും ഇല്ലേ? അല്ല, അങ്ങനല്ല. പക്ഷെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ വീടുകളിൽ പോവും. അപ്പൊ സ്വന്തമായിട്ട് വെച്ചുണ്ടാക്കലൊന്നും ഇല്ല, അവരെ ബന്ധുക്കളാണ്. ചേച്ചി ഈസ്റ്റർ ഒക്കെ അടിച്ചു പൊളിച്ചോ? എങ്ങനെയാണ് ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ? അതിനല്ലേ ഞാൻ ചോദിച്ചത്. അത് തന്നെ ചോദിച്ചത്. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. അതായത് ചോദിച്ചത് ലക്ഷ്മി അല്ലേ? തങ്കച്ചൻ വിതിരൊക്കെ ചോദിക്കണം. ഒന്നും കൂടെ ചോദിച്ചോളൂ. തങ്കച്ചൻ വിതിര ദിലീപ്. സോറി, ദിലീപ് ദിലീപ് എവിടെ? ദിലീപ് വന്നിട്ടുണ്ടോ? ദിലീപ് എവിടെ? ഞാൻ ചോദിക്കും, ഇതാരും ചോദിക്കും. അപ്പൊ ദിലീപ് ഒന്ന് പറയാം. ഇതാണ് ഇന്നത്തെ ഇടിവെട്ടിയ ദിലീപ്. മീശ മാത്രം കറക്റ്റ് ആയില്ല, ബാക്കിയെല്ലാം ഓക്കെ. ചേച്ചി, അതാണ് അരയിഞ്ചുള്ള കാവ്യമതവൻ. കാവ്യമതവൻ ഇവിടെ ഉണ്ട്. ആ ചെരുപ്പും കൂടെ ഒരു കഴിഞ്ഞാൽ ഇല്ല. പ്രേക്ഷകരെ രസിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ദിലീപേട്ടന്റെ ഫിഗറായിട്ടാണ് നിൽക്കുന്നത്. ദിലീപേട്ടന്റെ ഫിഗറായിട്ടാണ്. ദിലീപേട്ടനായിട്ടാണ് നിൽക്കുന്നത്. എന്താ പറയാ? മീശ ഒരല്പം ചെറുതായി പോയി. അത് കുഴപ്പമില്ല, മീശ കൂടെ കറക്റ്റ് ആണ്. കുഴപ്പമില്ല. ദിലീപാണ് എന്ന് പറയുന്നു, വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും തങ്കച്ചൻ എന്ത് ചെയ്താലും നല്ലത് തന്നെയാണ്. എനിക്ക് അത് മതി ചേച്ചി. തങ്കച്ചൻ അങ്ങനെയാണ് ചേച്ചി. അങ്ങനെ ഇരിക്കുമ്പോ അവൻ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യും. അതിലൊന്നാണ് ചേച്ചി. മേനക ചേച്ചിക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞില്ലല്ലോ, കണ്ടിട്ട് ദിലീപാണെന്ന് തോന്നുന്നുണ്ടെന്ന്. ദിലീപാണ് ഞാൻ പറഞ്ഞില്ല. ഞാനേ ദിലീപ് അല്ലാന്ന് പറയാൻ വന്നതാണ്. അപ്പോഴേക്ക് വയലിന് ഇങ്ങനെ വെച്ചിട്ട് എന്നെ നന്നായിട്ട് പൊക്കി പറയണേന്ന് പറഞ്ഞു. ഇങ്ങനെ വെച്ചിട്ട് എന്നെ പൊക്കി പറയണേന്ന് പറഞ്ഞു. പിന്നെ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞതേ ഉള്ളൂ. പോട്ടെ ദിലീപ്, ഞാൻ നിന്ന് കേട്ടോളാം. ആ സൈഡിലൊരു ഇട്ടിമാണി നിപ്പുണ്ട്, അതിനെ പറ്റി വല്ല പറയും. ഇട്ടിമാണി 4 വേണ്ട 2 ആ വിചാരിച്ചു ജയറാം ഈ വേഷം കെട്ടി വന്നിട്ട് പറഞ്ഞാ മതി. അപ്പുറത്ത് വട്ടുമാണി ഇപ്പുണ്ട്. അല്ല, അങ്ങനെ വരും. ചേച്ചി, എവിടെ വീട്? ഇത് ഇവിടെ പുതച്ചും കൂടി നിപ്പുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചില്ല, മോശമായി. ചേച്ചി എന്ത് വിചാരിച്ചു? ഞാൻ വന്ന ഉടനെ തന്നെ എനിക്ക് സൈഡിൽ ഒരു കിസ് തന്നപ്പോഴേ അത് ഉഷാവുതുപ്പാണെന്ന് മനസ്സിലായി. അവരങ്ങനെയാണ്. നന്നായിരുന്നു. വേറെ ആരൊക്കെയാണ്? കാവ്യ മാധവൻ ഗുഡ്. ഇത് ഗോപികയുടെ ഒരു ഇതുണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട്. ഇത് അതുകൊണ്ടല്ല ചേച്ചി വട്ടമാണി പെർഫോമൻസിന്റെ മേന്മ കൊണ്ട് നമ്മുടെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒന്നും കാസ്റ്റിംഗ് കൊടുത്തില്ല. അതുകൊണ്ട് സ്വന്തം പേര് പറഞ്ഞതാ. ഡയാന എന്റെ അച്ചായനാണ്, നമ്മള് കപ്പിളാണ്. ഒന്ന് നിക്കട്ടെ, ചേർന്ന് നിൽക്കുന്ന. അയ്യോ, ചേർന്ന് നിന്നാ പ്രശ്നമാണ്. കപ്പിളായിട്ട് നിൽക്കും, പക്ഷെ പൊക്കളായിരിക്കും എടുത്ത് കാണുന്നത്. നന്നായിരിക്കണം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ ചേച്ചിയുടെ പേര്? ഈ ക്യാരക്ടറിന് ഓക്കെയാണ് കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ പാരാണെന്ന് പറഞ്ഞിട്ട് ഈ വേഷം ഈസ്റ്റർ ഞങ്ങൾ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്, അതിന് വേണ്ടിട്ട് വേറെ എല്ലാരെയും കണ്ടല്ല പുള്ളി ചെയ്യണ്ടെന്ന് പറയണു. എന്റെ മോനാ മമ്മൂട്ടി. അയ്യോ മമ്മൂക്ക, ഇരുമ്പാണി മാറ്റി മുളയാണ് വെക്കാൻ കൊല്ലണം 16 പണം കൊടുത്തുവാൻ ചന്തു. അതിന് ഒന്നുമില്ല. ഇതിലേക്ക് നല്ല ദിലീപാണ്. അല്ല, നിന്നെക്കാള് ദിലീപ് പിന്നെയും ബെറ്റർ പറയാം. ഇത്ര കഴിപ്പണം കിട്ടില്ല ഞാൻ. അങ്ങനത്തെ ദിലീപ് കയറിയിട്ടുണ്ട് കേട്ടാ. ചേച്ചി, ഈ ദിലീപിന്റെ കൂടെ അധികം നേരം നിൽക്കണ്ട. സുരേഷ് ഏട്ടൻ എങ്ങാനും കണ്ട ഈ കോമ്പോ വെച്ചൊരു പടം പിടിക്കും. അല്ല, അങ്ങനെ ഇപ്പൊ ചേട്ടന്മാര് മാത്രം അങ്ങനെ സ്കോർ ചെയ്താൽ പറ്റില്ല. പെൺകുട്ടികളിലും മിമിക്രി ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ദിലീപേട്ടനാണെങ്കിൽ നമുക്ക് കാവ്യ മാധവന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ഈ കോട്ടം ഊരി കഴിഞ്ഞ് നൈറ്റ് കിട്ടിയ തൊഴിലുറപ്പ് ചേർത്ത് 1236 തവണയാണ്. എന്താ മേനക ചേച്ചി കണ്ടിട്ട് കൊള്ളാന്ന് പറയാത്ത? അയ്യോ, എന്തോരാൾക്കാരെ എനിക്ക് തിരിഞ്ഞു തന്നെ പറയാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ കാണിക്കാം. എന്തോരാൾക്കാരാ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് കാവ്യ മാധവനും നവ്യ നായരും മിക്സഡ് ആയിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയോ? അത് മതി, എനിക്ക് അത് മതി.